ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുക അവൻ. മുത്തശ്ശി, അവനും അവളും കൂടി ഒരു സ്ഥലത്തും സ്വസ്ഥമായിട്ട് പോവരുത്. അതിനിപ്പ എന്താ ഒരു വഴി? അവരുടെ യാത്രയുടെ സന്തോഷം ഇല്ലാതാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പ്രിയങ്ക എന്ന പേരിൽ ഒരു കുട്ടി പിശാച്. രണ്ടുപേരും കൂടി എന്റെ ഭാര്യ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല വരുൺ. സത്യം പറഞ്ഞ പ്രിയങ്കയുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. കൊച്ചുകുട്ടികളെ പോലെയാ. ഞാനടുത്ത് ചെന്നാല് എന്റെ കൈ വിടില്ല. കുഞ്ഞുനാളില് പറഞ്ഞ ഓരോ കാര്യങ്ങള് ആവർത്തിച്ചോണ്ടിരിക്കും. ഞാൻ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കൂ. സാഹചര്യം കൊണ്ട് ഒരാൾ ചിലപ്പോ അങ്ങനെയൊക്കെ ആയി പോവാം. വേണമെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയും ചെയ്യാം. വരുണൊന്നും മിണ്ടാതിരുന്നെ. അവൾ അങ്ങനെ കരുതിക്കൂട്ട് ചെയ്യുന്നൊന്നുമല്ല. എടോ, ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴേ അതിനെ പരിഹസിക്കാനൊന്നും ഞാനില്ല. എന്നാലും താനും നന്നായിട്ട് സൂക്ഷിച്ചു. അനുഭവങ്ങളെ കുറച്ചൊന്നും അല്ല. തനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേർക്ക് തന്നോട് തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട്. അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി അത് മാറി അവളൊരു വാക്ക് എന്നോട് സംസാരിച്ച ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. പഴയ രാധികൊന്നും അല്ല ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ചെറുക്കനെ കൈവിട്ട് കളയാനും പറ്റില്ല. ഇതെന്താ? ഇത് ഡ്രസ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടി ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും അവിടെ പോണം. താനേ പെട്ടെന്ന് പോയി റെഡിയാവും. പാർട്ടിയോ? ആ, പാർട്ടി. അതിനിപ്പോ എന്താ? അല്ല, എനിക്ക് അത്തരം ചടങ്ങുകളിലൊന്നും പോയി പരിചയമില്ല. എടാ, താൻ ആരാ? കണിമംഗലം വരുണിന്റെ ഭാര്യ. ഈ ആളുകൾ പറയുന്ന ദ യങ് ടാലന്റഡ് ബിസിനസ്മാൻ വരുണിന്റെ ഭാര്യ. അപ്പൊ പിന്നെ ഞാൻ പങ്കെടുക്കുന്ന പാർട്ടികളിലൊക്കെ താനും പങ്കെടുക്കേണ്ടി വരില്ലേ? എന്നാലും എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്ന് പറഞ്ഞാലേ തന്നെ ഞാൻ പത്മനാഭപുരം പാലസിലേക്കൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ഇതെന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാ. ആറ്റുവാശ്ശേരിയും കൃഷ്ണന്റെ അമ്പലവും അതിന് തൊട്ടടുത്ത കുളവും കടവും ഒക്കെ ചേർന്നാണ് തന്റെ ഒരു ജീവിതം. എന്നാൽ ഇതൊന്നും അല്ലാതെയുള്ള ഒരു ജീവിതം തന്നെ മുമ്പിലുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടണം. പെട്ടെന്നാവട്ടെ, വാ. എല്ലാം അറിഞ്ഞിട്ടാവും സൂര്യ വിളിക്കുന്നത്. ഹലോ. എന്താണോ മറന്നു കളഞ്ഞു തന്നെ? എന്തു പറ്റി എനിക്ക്? ഒന്നുമില്ല സൂര്യ. അതൊന്നും പറയണ്ട. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞില്ല എന്നോട്? ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളത് കഴിഞ്ഞിട്ട്. ഇന്നലെ നല്ല തലവേദനയായിരുന്നു. കിടന്നുറങ്ങിപ്പോയി. അതല്ലടോ ശബ്ദം കേട്ടപ്പോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണം. ഞാൻ വരുന്ന വിളിച്ച് പറയാം. അവൻ കൊണ്ടുപോയിക്കോളും. എടോ, സത്യം പറഞ്ഞ തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് ഓടി വരാം. എന്നിട്ട് നമ്മൾ തുടങ്ങി വെച്ച ജീവിതമില്ലേ, അതങ്ങ് മുമ്പോട്ട് കൊണ്ടുപോവാം. കൽപ്പന, താനെന്തൊന്നും പറയാത്തെ? ഞാൻ കേൾക്കുന്നുണ്ട് സൂര്യ. എനിക്കും സൂര്യ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സുകൾ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ. ഇനിയിപ്പോ പിരിഞ്ഞിരിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
സൂര്യ കൃത്യമായിട്ട് എന്നാ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അതല്ല, കൃത്യം ഒരു ഡേറ്റിന് എന്നെ കാണണമെങ്കിൽ പറഞ്ഞോ, അത് ഞാൻ പാലിച്ചോളാം. ഏയ് അത് വേണ്ട, എല്ലാം തീർത്തിട്ട് വന്നാ മതി. സൂര്യ ഫ്രീ ആയാ മതി. ഫ്രീ ആയാലെന്താ പറ. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, ഈ ഒളിച്ചുകളിയൊന്നും വേണ്ട. ഒളിച്ചു കളിയോ? കാണുമ്പോ വലിയ ഇഷ്ടമാണ് എന്ന് ചോദിക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് പറയാതിരിക്കുക, അത് ഒളിച്ചുകളിയാ പിന്നെന്താ? ഈ കഠിനമായ ജോലിയുടെ ഇടയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ വിളിക്കാന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള ഏർപ്പാടാ. മനസ്സ് വല്ലാതെ റിലാക്സ് ആവും. അത് കഴിഞ്ഞ് പ്രവർത്തിക്കാൻ നല്ല ഊർജം കിട്ടുകയും ചെയ്യും. എനിക്കിപ്പോ ജോലി കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് ഊർജം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. താനിപ്പോ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാച്ചേനെ. തൽക്കാലം ഇപ്പൊ അത് പറ്റില്ലല്ലോ, ഫോണിൽ കൂടെ തന്നാ മതി. എന്താ സൂര്യ? എടോ, പ്രേമിക്കേണ്ട സമയത്ത് നമ്മൾ പ്രേമിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് നമുക്ക് പ്രേമിച്ചേക്കാന്നേ. അല്ലാതെ ഈ മനസ്സിലെ സ്നേഹം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തിനാ? ഞാൻ ചോദിച്ചത് കിട്ടിയില്ല. ഉമ്മ. താങ്ക് യു. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇറങ്ങണം. ഓക്കെ. എടി, ഞാനിപ്പോ കണിമംഗലത്ത് വിളിച്ചിരുന്നു. വരുണൻ രാധികയും കൂടി ഏതോ ഒരു പാർട്ടിക്ക് പോയിരിക്കാം. എവിടെ? അവന്റെ ഒരു കൂട്ടുകാരന്റെ പാർട്ടി എന്നാ പറഞ്ഞത്. ആഘോഷിച്ച് നടക്കുകയാണല്ലോടി രണ്ടുപേരും കൂടി. മുത്തശ്ശിപ്പ് എന്തിനാ എന്നോട് വന്ന് പറഞ്ഞേ? കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുക. എടി, അവളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയണമല്ലോ നമ്മള്, അതിനു വേണ്ടി വിളിച്ചതാ. കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുക അവൻ. മുത്തശ്ശി, അവനും അവളും കൂടി ഒരു സ്ഥലത്തും സ്വസ്ഥമായിട്ട് പോവരുത്. അതിനിപ്പോ എന്താ ഒരു വഴി? അവരുടെ യാത്രയുടെ സന്തോഷം ഇല്ലാതാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ.